തമ്പി കണ്ണന്താനത്തിന്റെയും മോഹൻലാലിന്റെയും പഠിക്കുന്ന കുട്ടികൾ മൊത്തം സുന്ദരികളും സുന്ദരന്മാരുമാണ്. അടിപൊളി. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജ്, കാഞ്ഞിരപ്പള്ളി എന്നാണ് അതിന്റെ നാമധേയം എങ്കിലും. ചേട്ടാ നമസ്കാരം. എന്നാണ് വാർത്തയൊക്കെ? വാർത്തകളൊന്നും സുഖമായിട്ട് ഇങ്ങനെ. ആ പേരൊന്ന് പറയാമോ? എന്റെ പേര് വർഗീസ്. വർഗീസ് ചേട്ടാ. വർഗീസ് ചേട്ടാ, ഈ പാറത്തോട്ടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പൊ ഈ പാറത്തോട്ട് വന്നപ്പോഴാണ് ഇവിടെ ഒരു പ്രശസ്ത സംവിധായകന്റെ വീടൊക്കെ അടുത്തെന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ ഇവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പം പാറത്തോട്ടെ വിശേഷങ്ങളും അതോടൊപ്പം തമ്പി കണ്ണന്താനം സാറിനെ പറ്റി ചേട്ടൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പ്രേക്ഷകരോടൊന്ന് പങ്കുവെക്കാവോ? തമ്പി കണ്ണന്താനത്തിനെ ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഞാൻ ചേട്ടാന്ന് വിളിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഞാൻ വിളിക്കൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. പുള്ളിക്ക് അങ്ങനെ ഒരു അഹങ്കാരമുള്ള ഒരാളൊന്നും അല്ല. പിന്നെ പുള്ളി തിരക്കായതുകൊണ്ട് നാട്ടിൽ വന്നാൽ അത്യാവശ്യക്കാരോട് സംസാരിച്ചിട്ട് പോകത്തുള്ളൂ. പിന്നെ സിനിമ പിടിച്ച് ആദ്യം ഒരു സിനിമ ഫ്രാൻസ് നസീറിന് ഇത്തിരി സിനിമ പിടിച്ചു. ആ പടം പൊളിഞ്ഞു പോയി, സാമ്പത്തികമായിട്ട് തകർന്നു. പുള്ളി അത് വലിയ വിഷയമാക്കി രണ്ടാമത് മമ്മൂട്ടിയെ വെച്ചൊരു പടം കൊടുത്തിട്ട് ആ പടവും സാമ്പത്തികമായിട്ട് പരാജയമായി. അപ്പോഴത്തേനും വീട്ടിലൊക്കെ ഈ സിനിമ പിടിക്കാൻ പോയതിനെ പറ്റിയൊക്കെ വഴക്കുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പുള്ളിക്ക് സിനിമ എന്നുള്ളൊരു ചിന്ത മാത്രമല്ല, ലഹരിയായിരുന്നു. പുള്ളി സിനിമയല്ലാതെ പുള്ളിക്ക് സംസാരിക്കാൻ സിനിമയെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പുള്ളിയുടെ സ്വന്തം പറമ്പിൽ കൃഷിപ്പണിയൊക്കെ ആയിട്ട് ശകലം സമയം വെറുതെ പുള്ളി പണിതൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ആയിട്ട് മര്യാദയ്ക്ക് ഒരു വർഷക്കാലം ചുമ്മാ ഇരുന്നെന്നുള്ളതാണ് എൻ്റെ അറിവ്. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഉണ്ടായിരുന്ന സമ്പാദ്യം മുഴുവനുമായിട്ട് മദ്രാസിന് പോകുമായിരുന്നു. മദ്രാസിന് വണ്ടി കയറി വണ്ടി കയറി കഴിഞ്ഞിട്ട് ആണ് ഈ രാജാവിൻ്റെ മകൻ സിനിമ, നമ്മുടെ ലാലേട്ടൻ്റെ ആ സിനിമ തമ്പി കണ്ണന്താനത്തിൻ്റെയും മോഹൻലാലിൻ്റെയും ഒരു വാനോളമുള്ള ഉയർച്ചയ്ക്ക് കാരണമായെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എന്നാ ഒന്നും ഉണ്ടായിരിക്കുന്നേ? എന്നാ പറയാനാന്നേ അല്ലേ? അപ്പൊ എന്നാലും ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറയാ, പാറത്തോട്ടെ വിശേഷങ്ങൾ അറിയാമെന്ന് പറയാം. സിനിമയൊക്കെ കാണുമോ? പിന്നെ ആണോ? ഏതാ ലാസ്റ്റ് കണ്ട സിനിമ? ലാസ്റ്റ് കണ്ട ഈ ടച്ചിനടത്തിയുണ്ട്. ടച്ചിനടത്തിയുണ്ടോ? അത് വർഷങ്ങൾക്ക് മുമ്പുള്ള പടം. ചേട്ടൻ ലാസ്റ്റ് കണ്ട പടം അതാണ്. അപ്പൊ ഇതാണ് തമ്പി സാറിന്റെ തറവാട് വീട്. പാറത്തോട് മെയിൻ റോഡ് സൈഡിനോട് ചേർന്ന് തന്നെയാണ് സാറിന്റെ വീട്. ഒരു പഴയ തറവാടാണ്. നമ്മുടെ ലാലേട്ടനെ ഹിറ്റാക്കിയത് ആരാ? അതാ തമ്പി സാർ എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനിക്കാം. ലാലേട്ടൻ്റെ വൻ സിനിമകളായ ഭൂമിയിലെ രാജാക്കന്മാരും രാജാവിൻ്റെ മകനൊന്നും അല്ല, അത് കഴിഞ്ഞ് ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഒന്നാമന് കൂട്ടുകാരെ പ്രസക്ത നിർമ്മാതാവും സംവിധായകനും കൂടിയായിരുന്ന തമ്പി കണ്ണന്താനം സാറിൻ്റെ വീടിൻ്റെ തറവാട് വീടിൻ്റെ തൊട്ടടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സാറിൻ്റെ ഒരു കസിൻ ബ്രദർ ഇവിടെ ഉണ്ട്. സാറിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സാറേ നമസ്കാരം. നമസ്കാരം. സാറിൻ്റെ പേര്? എൻ്റെ പേര് റജി. സാർ എന്ത് ചെയ്യുന്നു? ഞാൻ തോട്ടവും കൃഷിയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുന്നു. സാറുമായിട്ട് എങ്ങനെ? തമ്പി സാറുമായിട്ട് എങ്ങനെ? ഞങ്ങള് കസിൻസ് ആണ്. എൻ്റെ പപ്പയുടെ ചേട്ടൻ്റെ മോനാണ് തമ്പിച്ചേന. അപ്പൊ സാറിനെ പറ്റി ഞങ്ങളെ പ്രേക്ഷകരോട് ഒരു 2 വാക്ക് പറയാമോ? തമ്പിച്ചേന ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ തന്നെ സിനിമ എന്ന കലയിൽ വളരെ ആകർഷിച്ച് മദ്രാസിൽ പോയി ഒത്തിരി കഷ്ടപ്പെട്ട് അവിടെ സംവിധായകൻ ശശികുമാർ സാറിൻ്റെ കൂട്ടത്തിലുള്ള സഹസംവിധായകനായിട്ട് ചേർന്ന് കൂടുതൽ സിനിമയെപ്പറ്റി പഠിക്കുകയും അത് കഴിഞ്ഞ് സ്വന്തം സംവിധാനവും പ്രൊഡക്ഷൻ യൂണിറ്റും ഒക്കെ ആയിട്ട് മദ്രാസിൽ തന്നെ സെറ്റിൽ ചെയ്യുകയും ചെയ്തു. അദ്ദേഹം കുടുംബസമേതം മദ്രാസിലാണ് സെറ്റിൽ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അങ്ങോട്ട് പോയായിരുന്നു അല്ലേ? മദ്രാസിൽ പോയായിരുന്നു. എന്തായാലും പാറത്തോടുകാർക്ക് എന്തായാലും ഒരു അഭിമാനിക്കാം അല്ലെ? അതെ അതെ. നമ്മളെ ഇത്രയും പ്രസക്തനായ ഒരു സംവിധായകന്റെ നാട്ടില് നമ്മള് താമസിക്കും എന്നുള്ളൊരു കാര്യം വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഞങ്ങൾക്ക് ഈ വിലപ്പെട്ട സാറിന്റെ സമയം, സാറിന് നല്ല തിരക്കുള്ളതാണ്, ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. മലയാളികളുടെ തന്നെ സ്വകാര്യ അഹങ്കാരമായ മോഹൻലാൽ സാറിനെ ഹിറ്റാക്കിയ ആളാണ് നമ്മുടെ തമ്പി കണ്ണന്താനം സാറ്. അപ്പോൾ സാറിൻ്റെ ഒരു മഹത്വം നമ്മൾ ഇവിടെ സാറിന്നില്ല എങ്കിൽ പോലും നമ്മൾ അനുസ്മരിച്ച് പോവുകയാണ്. അപ്പോൾ സാറിൻ്റെ കുടുംബ വീടും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇവിടെ ഇതൊന്നും തീർന്നിട്ടില്ല, ഇനിയും പാറത്തോട്ടെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ പോവുകയാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കാഞ്ഞിരപ്പള്ളി പൊടിമറ്റത്തുള്ള അടിപൊളി ഗൃഹോപകരണങ്ങളുടെ കളക്ഷൻസിന്റെ മുൻപിലാണ്. പോനാട്ട് ഇൻഹോം. എന്തോരം കളക്ഷൻസ് ആണെന്നറിയാം ഇവിടെ ഉള്ളത്. ഇതെല്ലാം നിങ്ങൾക്ക് കാണണ്ടേ? നമുക്ക് കാണാം, ബാ.
ഓ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയായിട്ടാണ് ഇവിടുത്തെ കളക്ഷൻസുകൾ. നോക്കി ഒരു കൊട്ടാരത്തിന് തുല്യമാണ് ഇവിടെ എല്ലാം ഒരുക്കി റെഡിയാക്കി വെച്ചേക്കുന്നത്. നമുക്ക് ഇവിടുത്തെ മാനേജരെ കണ്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഹലോ നമസ്കാരം. എന്നാണ് പിന്നെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളെ കോനാട്ടിന്റെ വിശേഷങ്ങൾ ഞങ്ങളെ പ്രേക്ഷകരെ കാണിക്കാൻ വന്നതാണ്. ഓക്കെ. അപ്പം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് അടിപൊളിയായിട്ട് കാണാം. അതിന് മുമ്പായിട്ട് പേരെന്ന് പറഞ്ഞേ? പേര് അഭിജിത്ത്. അഭിജിത്ത് അല്ലേ? സ്ഥലം മണിമല. മണിമല അല്ലേ? അത് ശരി. എത്ര വർഷമായി നമ്മൾ? 6 വർഷമായി. 6 വർഷം അല്ലേ? അപ്പൊ ഇവിടുത്തെ മാനേജറായിട്ട് പല ബ്രാഞ്ചിലായിരുന്നു. ഇവിടെ ആയിട്ട് മാനേജറായിട്ട് വന്നത്. ഇവിടെ വന്നിട്ട് ഇപ്പൊ 6 വർഷമായി. 6 വർഷമായി. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങിയേക്കാം. എന്താ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്? നമുക്ക് ആദ്യം സോഫ സെറ്റ് തുടങ്ങി. സോഫ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എന്നാ ഇത് സോഫ വരുന്നത് നമുക്ക് കോർണർ സെറ്റിയാണ് വരുന്നത്. കോർണർ സെറ്റിയും വരുന്നുണ്ട്, അതിന്റെ 3+1 വരുന്നുണ്ട്. ഇതെന്നാ സംഭവം? തേക്കിന്റെ ഇത് പാനൽ വരുമ്പോൾ തേക്കിന്റെ പാനലാണ് വരുന്നത്. അകത്ത് തടി വരുമ്പോഴത്തേക്ക് യൂക്കാലി വരാറുണ്ട്, അക്വേഷ്യ വരാറുണ്ട് അകത്തൊക്കെ അല്ലേ? പിന്നെ അതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ വരുമ്പോഴത്തേക്ക് വാറന്റി സ്റ്റിച്ചിങ് ആണ് വരുന്നത്. 5 വർഷം വാറന്റി ഉണ്ട്. അത് മെറ്റീരിയൽ വരുമ്പോഴത്തേക്ക് സൂപ്പർ സോഫ്റ്റ് ഫോം വിത്ത് ഫോക്കസ് സ്പ്രിംഗ് ആണ് വരുന്നത്. അതെ അല്ലേ? പിന്നെ ഇതിന്റെ വേറെ മോഡൽ ഉണ്ട് ഈ ടൈപ്പ്. ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് ചാർജിംഗ് പോർട്ട്, സ്റ്റോറേജ്, കപ്പ് ഹോൾഡർ എല്ലാം ഉള്ള ഐറ്റമാണ്. അപ്പൊ ഇത് ഡൈനിങ് ടേബിളിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ? നമുക്ക് ഡൈനിങ് ടേബിൾ വരുന്നത് മാർബിൾ ടൈപ്പ് വരുന്നുണ്ട്, ഗ്ലാസിന്റെ മോഡൽ വരുന്നുണ്ട്, പിന്നെ വുഡിന്റെ ഒക്കെ വരുന്നുണ്ട്, തടിയുടെ ടൈപ്പ് വരുന്നുണ്ട്. അതല്ലേ? നമുക്ക് സൈസ് വരുന്നത് 5ക്ക് 3 ഉണ്ട്, 6ക്ക് 3 ഉണ്ട്, 6ക്ക് 3 ഉണ്ട്. നമുക്ക് വാർഡ്രോബ് വരുന്നത് 2 ഡോറിന്റെ ഉണ്ട്, 3 ഡോറിന്റെ ഉണ്ട്. അതല്ലേ? ഇത് 3 ഡോർ അല്ലേ? ഇത് 3 ഡോർ വരുന്ന അലമാരികളാണ്. പാർട്ടിക്കൽ ബോർഡ് ടൈപ്പ് ആണ് വരുന്നത്. UV ബോർഡിന്റെ ടൈപ്പ് ഉണ്ട്, ലാമിനേറ്റ് കോട്ടിംഗ് ഉള്ള ടൈപ്പ് ഉണ്ട്. ഇതൊക്കെ അടിപൊളിയാണോ? ഇതൊക്കെ പുതിയ മോഡൽ ലാമിനേറ്റ് കോട്ടിംഗ് ചെയ്തേക്കുന്നതല്ലേ. ഇതുണ്ടോ? അകമൊക്കെ ആണല്ലോ നല്ല സൂപ്പറാണ്, നല്ല ഭംഗിയാണ്. പുതിയ ന്യൂജൻ മോഡൽ. അതെ. കൂട്ടുകാരെ ദാ വരുന്നു ബെഡ്റൂം സെറ്റ്. അഭിജിത്തെ ഇതിന്റെ കാര്യം ഒന്ന് പറയാമോ? നമുക്ക് ബെഡ്റൂം സെറ്റ് വരുമ്പോഴത്തേക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുമ്പോൾ 29,500 തൊട്ട് സ്റ്റാർട്ടിംഗ് വരുന്നത് അല്ലേ? പിന്നെ അതുപോലെ നമുക്ക് അത് വരുന്നത് അലമാരി ഉണ്ട്, ഒരു കട്ടിൽ വരുന്നുണ്ട്, ഡ്രസ്സിംഗ് ടേബിൾ, ബെഡ് സൈഡ്, 4 ഐറ്റമാണ് വരുന്നത്. ഫുൾ സെറ്റ് വരുന്നത്. അതിന്റെ തന്നെ വേറെ മോഡലല്ലേ? അതിന്റെ തന്നെ വേറെ പാർട്ടിക്കൽ ബോർഡ്. ഇത് UV ബോർഡ് വരുന്നു. UV ബോർഡ് ഇത് വരുന്നത് പാർട്ടിക്കൽ ബോർഡിന്റെ കുറഞ്ഞ മോഡലാണ് വരുന്നത്. അതല്ലേ? ഇത് അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിളും ഇതെല്ലാം ടൈപ്പുള്ള. ഇതിന് പിന്നെ എക്സ്ട്രാ സ്റ്റൂളും കൂടെ വരുന്നുണ്ട്. ഒരു സ്റ്റൂൾ ഉണ്ട് എക്സ്ട്രാ അല്ലേ? സ്റ്റൂളും കൂടെ വരുന്നുണ്ട്. അതിനോട് 5 ഐറ്റം വരുന്നുണ്ട്. അതിനോട് കൂട്ടുകാരെ സുഖശീതളമായ ഉറക്കത്തിന് മാട്രസ് അടിപൊളിയാണ്. ഇതിന്റെ എന്ന് പറഞ്ഞ നമുക്ക് മാട്രസ് വരുന്നത് കൊയർ മാട്രസ് വരുന്നുണ്ട്, സ്പ്രിംഗ് മാട്രസ് വരുന്നുണ്ട്. 2 ടൈപ്പ് ഉണ്ടല്ലേ? കൂട്ടുകാരെ അലമാരകളുടെ സെക്ഷൻ കാണണ്ടേ? അഭിജിത്തെ തുടങ്ങിയോ? നമുക്ക് വരുന്നത് 3 ഡോർ അലമാരികളുണ്ട്. 3 ഡോർ അല്ലേ? ഇതൊക്കെ 3 ഡോർ വരുന്നതാണ്. എനിക്ക് നല്ല പക്ക ഫിനിഷിംഗ് ആണ്. അടിപൊളി. നമുക്ക് കളർ ഏത് കളർ വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമല്ലോ. നല്ല ഇടയും സൗകര്യം. വരുന്നത് 2 ഡോർ, ഡബിൾ ഡോർ അല്ലേ? 2 ഡോർ വരുന്നത്. കൂട്ടുകാരെ നല്ല അടിപൊളി ദിവാങ്കോട്ട്. അമ്പോ കിടന്നാൽ തന്നെ നമ്മൾ ഉറങ്ങിപ്പോവും. അപ്പൊ ദിവാങ്കോട്ട് കണ്ടോ? അടിപൊളിയല്ലേ? ദിവാങ്കോട്ട് എല്ലാ ടൈപ്പും ഉണ്ടോ? ദിവാങ്കോട്ട് ഏത് മോഡലും ഉണ്ട്. തേക്ക് ഈട്ടിയുടെ ഉണ്ട്, മാഞ്ചിയത്തിന്റെ ഉണ്ട്, മഹാലിന്റെ ഉണ്ട്. നമുക്ക് എല്ലാ മോഡലും ഏത് മോഡലും നമുക്കുണ്ട്. തടിയുടെ കട്ടിൽസ് വരുന്നുണ്ട്. നമുക്ക് തടിയുടെ കട്ടിലല്ലേ ഇത് മുഴുവനും? പിന്നെ ഒരു ഒത്തിരി മോഡൽസ് ഉണ്ട്. ഒത്തിരി മോഡൽസ്, ഒരുപാട് മോഡൽസ് ആണ്. ഓടി നടന്ന് കാണാനുണ്ടോ? കൂട്ടുകാരെ ഇതുപോലൊരു സാധനം മേടിച്ചിട്ടാ നമുക്ക് തിണ്ണലിരുന്ന് ഉറങ്ങാം. മംഗലശ്ശേരി നീലകണ്ഠൻ ഇരുന്ന് ഉറങ്ങുന്ന ഉറങ്ങാം അല്ലെ? എനിക്ക് അടിപൊളി തൊട്ടിലല്ലേ? മഹാണി ട്രീറ്റ് ചെയ്തെടുത്തേക്കും. നല്ല പക്ക ഫിനിഷിങ്. അഭിജിത്ത് ഇതന്നെ സംഭവം. നമുക്ക് റിക്ലൈം വരുന്നത് ആണല്ലേ? പിന്നെ ഇരുന്ന് നോക്ക്, ഒന്ന് നോക്കിയാലോ? എന്തായാലും ഇരുന്ന് കളഞ്ഞേക്കാം. എന്റെ അമ്മച്ചിയെ കൊള്ളാം കേട്ടോ. ഇതെന്നെ ഉറങ്ങാനുള്ള സാധനം. TV കാണാൻ നോക്ക്. ഇതന്നെ ആട്ടുതൊട്ടില്ലോ. പൊടിമറ്റത്തെ കോനാട്ട് ഏജൻസിയിലെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇതുവഴി പോകുമ്പോഴും ഈ പൊടിമറ്റക്കാരും എവിടെ ഉള്ളവരാണെങ്കിലും നമ്മുടെ ഈ വീഡിയോ കാണുന്നവര് ഞങ്ങളിവിടെ നിങ്ങളുടെ ഇവിടുത്തെ നമ്പരും കോൺടാക്ട് എല്ലാം നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തണം. അടിപൊളി കളക്ഷൻസുകള്. അപ്പോൾ പുതിയൊരു കാഴ്ചയിലേക്ക് നമ്മൾ പോവുകയാണേ. ഇത് ഓക്കെ. അങ്ങനെ നമ്മൾ കറങ്ങിയടിച്ച് ഇപ്പോൾ നിൽക്കുന്നത് പൊടിമറ്റത്താണ്. പൊടിമറ്റത്ത് സെന്റ് തോമസ് കോളേജിന്റെ എതിർവശത്തുള്ള സ്വീറ്റ്സ് ഹൗസ് ആയ കൊട്ടാരം ബേക്കറിയുടെ മുമ്പിലാണ്. പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി, കോട്ടയം എല്ലാം നിറഞ്ഞു നിൽക്കുന്ന കൊട്ടാരത്തിലെ സ്വീറ്റ്സിനെ കുറിച്ചും അവിടുത്തെ കേക്കിനെ കുറിച്ചും എല്ലാം നമുക്ക് അറിയണ്ടേ? ഒന്ന് പോയി കണ്ടാലോ? ബൈ. ഇങ്ങോട്ട് കൂട്ടുകാരെ നമ്മൾ കൊട്ടാരം ബേക്കറിക്ക് അകത്താണ്. നമുക്കിവിടെ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട്. ഇത് കാണാം. അതുകൊണ്ടോ ഇവരുടെ തന്നെ സ്വീറ്റ്സുകളാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കൊട്ടാരം ബ്രാൻഡഡ് ഐറ്റംസ് കിട്ടും. നമുക്ക് എല്ലാം കൊട്ടാരം ബ്രാൻഡഡ് ആണ്. അതുപോലെ പൈനാപ്പിളിന്റെ ബോള്,
അതുപോലെ തന്നെ ഇതുണ്ട് കൊട്ടാരം ഹലുവ, നമ്മുടെ ബ്രാൻഡ് ഐറ്റമാണ്. അതുപോലെ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നോക്കിയേ ഇവിടുത്തെ തിരക്ക് കണ്ടോ, ഇവിടുത്തെ തിരക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇവിടുത്തെ സാധനങ്ങളുടെ ക്വാളിറ്റിയെ കുറിച്ച്. ഇതൊക്കെ ലൈമിന്റെ ഒക്കെ പിക്കിൾസ് ആണ്. ആഹാ, കൊട്ടാരത്തിന്റെ ഉണ്ട് കേട്ടോ കൂട്ടുകാരെ. നോക്കി കണ്ടോ, കൊട്ടാരത്തിന്റെ ലൈമുണ്ട്, അതുപോലെ തന്നെ മാങ്ങ, എല്ലാത്തിന്റെയും പിക്കിൾസ് ഉണ്ട്. കൂട്ടുകാരെ, നമ്മുടെ സെന്റ് തോമസ് കോളേജിന്റെ ഹിസ്റ്ററി വിഭാഗം അധ്യാപകനെ പരിചയപ്പെടാം. സാറേ പേരൊന്ന് പറയാം. പേര് ബിനോ. ബിനോ. അപ്പം സാറിനോട് നമുക്ക് ഇവിടുത്തെ കോളേജിന്റെ വിശേഷങ്ങളും ഇവിടുത്തെ പൊടിമറ്റത്തെ വിശേഷങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം. സാറേ, കോളേജിലെ വിശേഷങ്ങളും പൊടിമറ്റത്തെ വിശേഷങ്ങളും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടു ആകും. കോളേജ് അടിപൊളിയാണ്. ഈ പ്രദേശത്തെ ഏറ്റവും മികച്ച, ഏറ്റവും സുന്ദരമായതുമായ കോളേജാണ്. പഠിക്കുന്ന കുട്ടികൾ മൊത്തം സുന്ദരികളും സുന്ദരന്മാരുമാണ്. കാഞ്ഞിരപ്പള്ളി പൊടിമറ്റം റൂട്ടിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ റെസ്റ്റോറൻറ്റ്, ബേക്കറി. ഈ കൺസ്യൂമേഴ്സിന്റെ റാണി എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന മഞ്ജു ആണ്. ചേച്ചിയാണ് ഇവിടുത്തെ റാണി. റാണിയാണ് ചേച്ചി. അടിപൊളി ചിരിയാട്ടോ. മേലുകാവ് കോളേജിലെ ജിബിൻ സാറാണ്, വലിയ ട്രെയിനറൊക്കെയാണ്. ജോജി സാറ് സെന്റ് തോമസ് കോളേജിലെ തന്നെ ഹിസ്റ്ററി അധ്യാപകനാണ്. സാറിന്റെ ഓൾ ഫാമിലി മൊത്തം. സാർ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താവോ? ഇത് ഭാര്യയാണ് ഷീന എന്ന പേര്. ഇത് മൂത്ത ആള് സുഹൃത്താണ്. ഇത് രണ്ടാമത്തെ ആള് ബോധി. അടിപൊളി പേരാണല്ലോ, ബോധി. അത് ഇളയാള് നളന്ത, 6ാം ക്ലാസ് വരെയാണ്. കോളേജിന്റെ ഒരു സുഹൃത്തുമാണ്. ആണോ? സത്യം കേട്ടോ. കൊട്ടാരത്തിന്റെ ഒരു അടിപൊളി ഐറ്റം ഉണ്ട് കേട്ടോ. ബണ്ണാണ്, നല്ല സൂപ്പർ ടേസ്റ്റി ഇടുക്കാച്ചി സാധനമാണ്. കൊട്ടാരത്തില് ഞങ്ങൾ കഴിക്കുന്നത് 2 പ്രാവശ്യമെങ്കിലും കഴിക്കുന്നതല്ലേ? നല്ല അടിപൊളിയാണ്. വർഷങ്ങളായിട്ട് മേടിക്കുന്ന വർഷങ്ങളായിട്ട് വരുന്നതല്ലേ? അപ്പൊ നമുക്ക് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ചേച്ചി നമുക്ക് പരിചയപ്പെടാതെ. ചേച്ചി പേരെന്ന് പറഞ്ഞ്? മഞ്ജു ചേച്ചിയുടെ ചിരിയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് എല്ലാരും പറഞ്ഞു. അതെല്ലേ? ഒരു രക്ഷയില്ല എന്റെ കൂട്ടുകാരെ. കാപ്പി എന്ന് പറഞ്ഞാല് ഇതാണ് കാപ്പി. കൊട്ടാരത്തിൽ വന്ന് കാപ്പി കുടിക്കണം, അടിപൊളി. കൊട്ടാരത്തിൽ എവിടെ വരുമോ? അതല്ലേ, അടിപൊളി അല്ലേ? ഹലോ, നമസ്കാരം. എന്നാണ് പിന്നെ വാർത്തയൊക്കെ? പിന്നെ ഇവിടെ വന്നപ്പോ നല്ല തിരക്കായിരുന്നു. ഇന്ന് മാനേജരാണ്, നമുക്കൊന്ന് കാണാൻ കിട്ടില്ല, ഇപ്പോഴാണ് കിട്ടുക. എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുമെന്നറിയോ? പേര് പറഞ്ഞു? എന്റെ പേര് റജി. എത്ര വർഷമായി ഇപ്പൊ ഇവിടെ? 37 വർഷമായി. അപ്പൊ കൊട്ടാരത്തിന്റെ ചരിത്രങ്ങൾ മുഴുവൻ നമുക്ക് റേച്ചേട്ടനോട് അറിയാം. അത് നമ്മുടെ കൊട്ടാരത്തിലെ എല്ലാം നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റുകളാണെങ്കിലും എല്ലാ ഐറ്റംസും നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ് ആണല്ലേ? ഇഷ്ടംപോലെ ഓർഡറുകൾ നമുക്ക് വരുന്നുണ്ട്. ഞാനാണ് ഇവിടുത്തെ നമ്മുടെ പൊടിമറ്റത്തെ നമ്മുടെ ഈ കൊട്ടാരത്തിന്റെ ഒക്കെ ഒരു വിശേഷങ്ങൾ നല്ല ഞങ്ങളുടെ പ്രേക്ഷകരോട്. നല്ല വിശേഷങ്ങളാണ്, നല്ല നല്ല പ്രൊഡക്റ്റുകളാണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത്. എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. വരിക. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസുകളാണ്. ഇതുണ്ടോ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതായത് ടീ, കോഫി, ഫ്രഷ് ജ്യൂസ് ഉണ്ട്, മിൽക്ക് ഷേക്ക് ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ്. സർപ്രൈസ് കാണിക്കാതെ ഒരു കേക്ക് കണ്ടോ? എന്നാ മത്തങ്ങ കൊണ്ട് ഉണ്ടാക്കിയ കേക്ക്, മത്തങ്ങ കേക്ക് കൊള്ളാം കേട്ടോ. കഴിച്ചാടാ, സൂപ്പർ. അതുകൊണ്ടോ ദാ വരുന്നു കൊട്ടാരത്തിന്റെ വെറൈറ്റി ഐറ്റംസ് ആണ്. പൈനാപ്പിൾ കേക്ക്, സൂപ്പർ വെറൈറ്റി അടിപൊളി വെറൈറ്റി സംഭവം. ബട്ടർ സ്കോച്ച് പുഡിംഗ് കേക്ക്, ഇനിയും തീർന്നിട്ടില്ല, അടുത്തുണ്ട് വെറൈറ്റി. മിൽക്ക് നട്ട്സ് കേക്ക്, എന്താല്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. കൊട്ടാരക്കാർ തകർക്കുക. ബീട്രൂട്ട് കേക്ക്, എന്റെ പൊന്നെ, കേക്കുകൾ തന്നെ ഒരു മേളയാണ്. സൂപ്പർ, അടിപൊളി ടേസ്റ്റിയാണ്, സൂപ്പറാണ്. അപ്പൊ കൂട്ടുകാരെ, കൊട്ടാരം സ്വീറ്റ് ബസിന്റെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് പുതിയ കാഴ്ചയിലേക്ക് പോവാം. നമ്മളിപ്പോൾ സെന്റ് തോമസ് കോളേജിന് അടുത്താണ് നിൽക്കുന്നത്. അതിന് തൊട്ടടുത്തുള്ള പള്ളിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കണ്ടോ, സെന്റ് മേരീസ് ദേവാലയം പൊടിമറ്റം. ഇവിടുത്തെ ഒരു പ്രശസ്തമായ പള്ളിയായിട്ടാണ് തോന്നുന്നത് കണ്ടിട്ട്. ഗേറ്റ് പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് സെന്റ് തോമസ് കോളേജിന്റെ മുൻപിലാണ്. ക്യാമ്പസിനകത്തെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കണ്ടാലോ? ബാ. അപ്പൊ കൂട്ടുകാരെ, നമുക്ക് ക്യാമ്പസിനകത്ത് തന്നെ നല്ല അടിപൊളി കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. ഹായ്. എന്നാ പേര്? അർജുൻ. എന്ത് ചെയ്യുന്നു? പഠിക്കുവാണെന്ന് മനസ്സിലായി. എന്ത് പഠിക്കുന്നു? എന്തിനാ പഠിക്കുന്നല്ല? ബികോം പഠിക്കുന്നു അല്ലേ? വേറെ എന്തെങ്കിലും എക്സ്ട്രാ? സ്പോർട്സ് ചെയ്യുന്നുണ്ട്. സ്പോർട്സിൽ എന്ത് ചെയ്യുന്നു?
വെയിറ്റ് ലിഫ്റ്റിംഗ് അല്ലേ, അടിപൊളി. പേരൊന്ന് പറയാമോ? അക്ഷയ്. അക്ഷയ് ഉണ്ടോ? യൂണിഫോം നിൽക്കുക, ഇത് എന്തിൻ്റെ ഇത്? NCC NCC അല്ലേ? ഓ അത് ശരി. അക്ഷയ് എന്താ പഠിക്കുന്നത്? മാത്സ്. മാത്സ് പഠിക്കുന്നത് അല്ലേ? ഓക്കെ, താങ്ക് യു. അടുത്ത ആള് ഫറൂഖ്. ഫറൂഖ് എവിടെ താമസിക്കുന്നത്? ഇതായിട്ട് ഫറൂഖിനെ കണ്ടിട്ട് ഒരു സിനിമാടൻ ലുക്ക് തോന്നുന്നുണ്ട്. എന്ത് പഠിക്കുന്നു? ഇവിടെ ബികോം സെക്കൻഡ് ഇയർ സെക്കൻഡ് ഇയർ അല്ലേ? ഓക്കെ, താങ്ക് യു. നാസിയ. എവിടെ താമസിക്കുന്നത്? എന്തിനാ പഠിക്കുന്നത്? ബികോം അല്ലേ? എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ? ഇവിടുത്തെ മാഗസിൻ എഡിറ്റർ ആണല്ലേ? ഓ, ഒരു രക്ഷയില്ല. അർജുനെ പറയുവാണെന്നുണ്ടെങ്കിൽ സ്പോർട്സ് പേഴ്സൺ ആണ്, എന്റെ ക്ലാസ്സിലാണ്. അതല്ലേ? ഒരുപാട് പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റ് ലിഫ്റ്റിങ്ങിന് പ്രൈസ് അടിച്ചിട്ടുള്ള ആളാണ്. ഓ അത് ശരി. അർജുനെ, സ്റ്റേറ്റ് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞേ. നല്ല എക്സ്പീരിയൻസ് ആണ്. അതല്ലേ? ഇതല്ലേ നല്ല അടിപൊളി വിനയൊക്കെയാണല്ലോ, നല്ല അടിപൊളി ലെറ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്തായാലും അർജുന ഓക്കെ, താങ്ക് യു. അപ്പൊ ക്യാമ്പസിനെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പരിപാലകനെ നമുക്ക് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ആ പേരെന്ന് പറയാം? വീട്ടിലെ പേര് ലാലിച്ച് എന്ന് പറയും. അറിയുന്ന എബ്രാവ് എന്നാണ് സ്കൂൾ നെയിം. അതെല്ലേ? പക്ഷെ ലാലിച്ച് എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. ലാലിച്ച് എന്ന് പറഞ്ഞാൽ എവിടെ താമസിക്കുന്നത്? ഉണ്ടൊക്കെ എത്ര നാളായി? ഇവിടെ വന്നിട്ട് ഇപ്പം 3 വർഷമായി. 3 വർഷമായി അല്ലേ? അമൽജ്യോതിയിലായിരുന്നു, അവിടുന്ന് ഇങ്ങോട്ട് വന്നത്. അവിടെ 3 വർഷമായി. എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ? കുഴപ്പമില്ല, നല്ലതായിട്ട് പോകുന്നു. ക്യാമ്പസ് അടിപൊളി ക്യാമ്പസ്. അടിപൊളി ക്യാമ്പസ്. എന്താ കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം നല്ല കുട്ടികളാണ്, എല്ലാം നല്ല നല്ലതായിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെയാണ്. അതെ അല്ലേ? എന്തായാലും അടിപൊളി. താങ്ക് യു. സെന്റ് തോമസ് കോളേജിന്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് അടിപൊളിയല്ലേ നമ്മുടെ കോളേജിന്റെ വൈബും. കുട്ടികളൊക്കെയാണ് നല്ല അടിപൊളിയാണ്, എല്ലാവരും നല്ല വൈബ് കുട്ടികളാണ്. ഇനിയും പരിചയപ്പെടാനുണ്ട്. ഇന്റർവെല്ലിന്റെ സമയത്ത് കുറച്ച് കുട്ടികളെ നമുക്ക് പരിചയപ്പെടാൻ പറ്റുള്ളൂ. ഇനി ഇവിടുത്തെ ഗ്രൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം. ബാ കൂട്ടുകാരെ, ഇത് ബാസ്കറ്റ്ബോൾ കോർട്ടാണ്. കോളേജിന്റെ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു കോർട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ നല്ല 2 ആൽമരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ, നല്ലൊരു വൈബാണ് ഇവിടെ. അതുപോലെ തന്നെ നാഷണൽ കേഡറ്റിന്റെ ഒരു ഓഫീസ് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഏതായാലും നല്ല ഏരിയ ഉണ്ട്, നല്ല വലുപ്പമുണ്ട്. അപ്പൊ നമ്മുടെ മരത്തിന്റെ ചുവട് തണലൊക്കെ പറ്റി 2-3 പേര് ഇരിപ്പുണ്ട്, അവരെ ഒന്ന് പരിചയപ്പെടാലോ. ഹലോ എന്നാ കാറ്റൊക്കെ അടിച്ച് കാറ്റുകൊണ്ടിരിക്കുവല്ലേ? ഇന്റർവെൽ അല്ലേ? ഓ അത് ശരി. അപ്പൊ നമ്മളിവിടെ നിന്ന് ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്ന കാണുമായിരിക്കും അവിടെ. പേരെന്ന് പറയാമോ? അബിൻ. എന്നാ സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്? ഞാൻ ഇവിടെ ബിവോക്ക് ഫുഡിന്റെ. അതെ അല്ലേ? ഓക്കെ. പേരെന്ന് പറയാമോ? അഫിലുണ്ട്. എന്താ സ്റ്റാൻഡേർഡ് പഠിക്കുന്നത്? ഞാൻ ബിവോക്ക്. അല്ലേ? നിങ്ങളെല്ലാം ഒരേ ഇതാണോ പഠിക്കുന്നത്? ഓ അത് ശരി. അപ്പൊ നമുക്ക് ഇവിടെ 2-3 കുട്ടികളെ കിട്ടുന്നു, പരിചയപ്പെടാം. പേരെന്ന് പറയാമോ? അശ്വതി. എന്തിനാ പഠിക്കുന്നത്? ബിവോക്ക് അഗ്രി ഫസ്റ്റ് ഇയർ. ബിവോക്ക് അല്ലേ? എന്തിനാ പഠിക്കുന്നത്? പേര്? മാളവിക. എന്തിനാ പഠിക്കുന്നത്? ബിവോക്ക് അഗ്രികൾച്ചർ. ഓക്കെ, എല്ലാരും ഇത് തന്നെയാണോ? പേര്? അല്ല, സ്ഥലം എവിടെ? എങ്ങനെയുണ്ട് നമ്മുടെ ക്യാമ്പസ്? അടിപൊളി അല്ലേ? ഫസ്റ്റ് ഇയർ ആണല്ലേ? അത് ശരി. ക്യാമ്പസ് ഒക്കെ അടിപൊളിയാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇത് കോളേജിന്റെ ലൈബ്രറി ആണ് കേട്ടോ. ഇതാണ്. അതുപോലെ തന്നെ കോളേജിന്റെ പ്രോഗ്രാം ഒക്കെ നടക്കുന്ന ഓഡിറ്റോറിയം ആണ് കാണുന്നത്. അപ്പൊ നമ്മള് സെന്റ് തോമസ് കോളേജിന്റെ ബർസാറും ഇവിടുത്തെ മലയാള അധ്യാപകനുമായ മനോജച്ചനെ നമുക്ക് പരിചയപ്പെടാം. അച്ഛാ നമസ്കാരം. നമസ്കാരം. അച്ഛാ, നമ്മുടെ ക്യാമ്പസിന്റെ കാര്യങ്ങൾ, അതായത് പാറത്തോടും പൊടിമറ്റും വിശേഷങ്ങൾ ഒരു പ്രോഗ്രാമായിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ അച്ഛനെ ക്യാമ്പസിനെ കുറിച്ചും നമ്മുടെ പൊടിമറ്റത്തെ കുറിച്ചും ഒക്കെ എന്താ പറയാനുള്ളത്? കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജ് കാഞ്ഞിരപ്പള്ളി എന്നാണ് അതിൻ്റെ നാമധേയമെങ്കിലും അത് നമ്മുടെ പൊടിമറ്റത്താണ് സ്ഥാപിതമായിരിക്കുന്നത്. 1965 കോളേജ് സ്ഥാപിതമായത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പരിസര പ്രദേശത്തൊന്നും കോളേജ് ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് അങ്ങ് ഹൈറേഞ്ച് കട്ടപ്പന മുതൽ പത്തനംതിട്ട ആ പരിസരത്തൊന്നും ഉന്നത വിദ്യാഭ്യാസ സൗകര്യമില്ലാതിരുന്നൊരു സാഹചര്യത്തിലാണ് ഈ പൊടിമറ്റത്ത് ഈ ഒരു കോളേജ് സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു 60 വർഷമായിട്ട് ഈ ചുറ്റുവട്ടത്ത് ഒത്തിരിയേറെ ആളുകൾ സമൂഹത്തിൻ്റെ എല്ലാ നിലകളിലേക്കും വളർന്ന് പോയിട്ടുണ്ട്. കഴിഞ്ഞ 60 വർഷത്തിൽ ഇവിടെ പഠിച്ചുപോയ വിദ്യാർത്ഥികൾ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും വളരെ ഉന്നത നിലവാരത്തിൽ എത്തിച്ചേർന്ന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇവിടുന്ന് തന്നെ ഒളിമ്പ്യന്മാർ വളർന്നു വന്നിട്ടുണ്ട്. മാധ്യമരംഗത്ത് പ്രഗത്ഭരായ ഇപ്പോൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധി വ്യക്തികൾ ഇവിടെ പഠിച്ചു പോയവരാണ്. അതുപോലെ തന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആന്റണി ഡൊമിനിക് ഇവിടെ പഠിച്ചതാണ്. പ്രമുഖ സാഹിത്യകാരനായ സക്രിയ സാർ ഇവിടെ പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ സാഹിത്യ മേഖലയിലുള്ള വളരെയധികം ആളുകൾ ഇവിടെ പഠിച്ച് വളർന്നു പോയവരാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഈ പരിസര പ്രദേശങ്ങളിൽ ഒത്തിരിയേറെ ആളുകളെ, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിൽ പ്രത്യേകിച്ച് തൊഴിലാളികളായ കൃഷിക്കാരായ മക്കൾ ഒത്തിരി ഉന്നത നിലവാരങ്ങളിൽ എത്താനായിട്ടുള്ള പ്രധാന കാരണം ഈ കോളേജായിരുന്നു. എന്തായാലും വരും തലമുറയ്ക്ക് അതൊരു പ്രചോദനമാകട്ടെ.
നമുക്ക് കോളേജിനകത്താണ് നിൽക്കുന്നത്. ഇവിടെ കുറച്ച് കൂട്ടുകാരുണ്ടെന്ന് പരിചയപ്പെടാം. പേരെന്ന് പറയാമോ? ജുവൽ. ജുവൽ, അടിപൊളി പേരാണ്. എന്തിനാ പഠിക്കുന്നത്? BSc ബോട്ടണി ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയർ അല്ലേ? ഓ അത് ശരി. അപ്പൊ എന്തിനാ കൂട്ടുകാരൊക്കെ മാറി നിൽക്കുന്ന അവിടെ പോയി? ക്യാമറ പേടിയല്ലേ? അപ്പോളേ ഈ ക്യാമ്പസിനെ കുറിച്ച് 2 വാക്ക് പറയാം. എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി ക്യാമ്പസാ. സൂപ്പർ അല്ലേ? എന്താ പറയാനുള്ളത്? നല്ല വൈബുണ്ട്. നല്ല വൈബുണ്ട്. പിന്നെ സ്പോർട്സ് ആണ് ഇവിടുത്തെ മെയിൻ അല്ലേ? സ്പോർട്സിന് നല്ല പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കുട്ടികളെ. പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ സ്പോർട്സ് താരങ്ങളാണ് ഏറ്റവും കൂടുതൽ അല്ലേ? ഓക്കെ, എന്തായാലും താങ്ക് യു. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് സെന്റ് ജോൺസ് കോളേജിന്റെ പ്രിൻസിപ്പാളാണ്, ഡോക്ടർ സീമോൻ തോമസ്. സാർ നമസ്കാരം. നമസ്കാരം സാറേ, ഞങ്ങൾ ഈ പാറത്തോട് കൊടിമറ്റം അതായത് ഒരു പ്രോഗ്രാമുമായിട്ട് വന്നതാണ്. അപ്പം നമ്മുടെ കൊടിമറ്റം കോളേജിന്റെ വിശേഷങ്ങൾ, അതായത് ഈ നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഈ കോളേജിനെ പറ്റി കൂടുതൽ അറിവ് സാറിന് എന്താ പറയാനുള്ളത്? കൊടിമറ്റത്ത് സ്ഥിതി ചെയ്യുന്നു കാഞ്ഞിരപ്പള്ളി സെൻറ് ഡോമിനിക്സ് കോളേജ് എന്നാണ് കോളേജ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ നാടിൻ്റെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് കോളേജ് വഹിക്കുന്നുണ്ട്. ഇവിടുത്തെ യുവാക്കൾക്ക് നല്ല ഗൈഡൻസ്, നല്ല രീതിയിൽ അവരെ രൂപപ്പെടുത്തുന്നതിൽ കോളേജ് എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. ഡിസിപ്ലിൻഡായിട്ട് വളരെ ക്ലീനായിട്ട് നമ്മുടെ ക്യാമ്പസ് സൂക്ഷിക്കുകയും അത് വിദ്യാർത്ഥികളുടെ ആ കൾച്ചർ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാ കാര്യത്തിലും ആ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്താണ് കോളേജ് പ്രവർത്തിക്കുന്നത്. ഇപ്പോഴും സാധാരണക്കാരായവരുടെ ഉന്നത വിദ്യാഭ്യാസ ആവശ്യങ്ങൾ കോളേജ് മികച്ച രീതിയിൽ നിറവേറ്റി കൊടുക്കുന്നുണ്ട്. രാജ്യത്തെ തന്നെ മികച്ച 300 കോളേജുകളിലൊന്നായി NIRF റാങ്കിങ് പ്രകാരം 300 കോളേജുകളിലൊന്നായിട്ട് സെൻറ് ഡോമിനിക്സ് കോളേജ് നിലനിൽക്കുന്നു. ഇത് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം YIP എന്ന് പറയുന്ന പ്രോഗ്രാമിന് നമ്മുടെ വിദ്യാർത്ഥികളുടെ പാർട്ടിസിപ്പേഷന് സ്റ്റേറ്റ് ലെവലിൽ കിട്ടിയ അംഗീകാരത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് സാധാരണഗതിയിൽ എഞ്ചിനീയറിംഗ് കോളേജുകളിലാണ് YIPയുടെ ഇന്നോവേഷൻ അല്ലെ ഇതുപോലുള്ള ഐഡിയ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ കോണ്ടസ്റ്റ് ചെയ്യാറ്. അപ്പോൾ ഈ കോളേജിലെ വിദ്യാർത്ഥികൾ, ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പങ്കെടുത്തു. അതിന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചത്. അപ്പോൾ സാറിൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു. നമ്മുടെ കോളേജിന്റെ ബട്ടർഫ്ലൈ ഗാർഡനാണ് ഈ കാണുന്നത്. കണ്ടോ, പൂമ്പാറ്റകളുടെ തോട്ടമാണ്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിലാണ് നമ്മുടെ ഗ്രൗണ്ടിന്റെ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത്യാവശ്യം ഒരുപാട് അത്ലറ്റിക്സുകൾ ഇവിടുന്ന് വളർന്നു വന്നിട്ടുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ കായിക വിഭാഗത്തിൽ ഒരേ ഒരു അധ്യാപകനെ ഇവിടെ ഉള്ളൂ. സാറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടുത്തെ സ്പോർട്സിന്റെ എല്ലാ കാര്യങ്ങളും സാറിന്റെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. സാർ നമസ്കാരം. നമസ്കാരം. ആ പേരെന്നാ സാറേ? പേര് പ്രവീൺ തരീൻ എന്നാണ്. എവിടെ സാറിന്റെ വീട്? തമ്പലക്കാടാണ്. തമ്പലക്കാടാണ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ സ്പോർട്സിനെ കുറിച്ച് നമുക്ക് ഒരുപാട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയൊരു ഗ്രൗണ്ട് ആണെന്നും ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ സാറിന് അതിനെപ്പറ്റി ഞങ്ങളുടെ പ്രേക്ഷകരോട് ഒന്നും. ഈ കോട്ടയം ജില്ലയിൽ 400 മീറ്റർ ട്രാക്കുള്ള ഏക കലാലയമാണ് സെൻറ് ഡൊമിനിക്സ് കോളേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ 8 ലൈൻ ട്രാക്ക് ഉണ്ട്. അതുപോലെ ലോങ് ജമ്പ് ബീറ്റ്, ഒരു സിന്തറ്റിക് ലോങ് ജമ്പ് ബീറ്റ് ഉണ്ട് നമുക്ക്. അതുപോലെ ഷോർട്ട് പുട്ട് സെക്ടർ, അതുപോലെ അത്ലറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സജ്ജീകരണവും നമുക്കിവിടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ 2015 മുതൽ കാഞ്ഞിരപ്പള്ളി സെൻറ് ഡോമിനിക്സ് കോളേജ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഒരു അക്കാഡമി കൂടിയാണ്. അപ്പോൾ അക്കാഡമിയിൽ 20ഓളം കുട്ടികൾ ഇപ്പോൾ നമുക്ക് പരിശീലനം നേടുന്നുണ്ട്. ഒരു കൗൺസിലിൻ്റെ ഒരു പൂർണ്ണ പിന്തുണ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കൗൺസിലിൽ നിന്ന് ഒരു കോച്ച് നമുക്കിവിടെ സേവനത്തിനായിട്ടുണ്ട്. സ്പോർട്സ് കുട്ടികളെ ശരിക്കും നല്ലപോലെ നല്ല രീതിയിൽ അവരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത്ലറ്റിക്സ് ആണ് നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. എന്തായാലും സാറേ വളരെ ഉപകാരം, വിലപ്പെട്ട സമയം സാറിന്റെ തന്നതിന് താങ്ക് യു. അപ്പൊ നമ്മൾ ഈ കോളേജിലെ സിംഗ കുട്ടികളെ പരിചയപ്പെടാൻ പോവാണ്. ഹായ്, ആ പേരെന്ന് പറയാം? ശ്രീലക്ഷ്മി, ആൽഫ, അനു. അടിപൊളി പേരാണ് എല്ലാവരുടെയും. ഏത് ഡിപ്പാർട്ട്മെന്റാണ് നിങ്ങളൊക്കെ പഠിക്കുന്നത്? ബികോം മോഡൽ. അപ്പൊ നിങ്ങളെല്ലാം ഇവിടുത്തെ ഫ്രണ്ട്സ് ആണോ? അതല്ലേ? എല്ലാ നിങ്ങളുടെ വീടൊക്കെ എവിടാ? എല്ലാവരുടെ അടുത്തല്ലേ? എരുമേലി, പൊൻകുന്നം, നമ്മുടെ നാട്ടുകാരാണ്. കുറുവാമൊഴി. അപ്പോളേ ഈ ക്യാമ്പസിലെ വിശേഷങ്ങളൊക്കെ ഞങ്ങളോടൊന്ന് പറയാമോ? ഞങ്ങളുടെ പ്രേക്ഷകരും അറിയട്ടെ. ഇങ്ങോട്ട് വരണം ആഗ്രഹമുള്ളവർക്ക് വരാലോ. അടിപൊളി ക്യാമ്പസ് ആണ്. കുറേ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ക്യാമ്പസ് ആണ്. പിന്നെ അടിപൊളി. ഞങ്ങൾ NCC ഉണ്ട്. ഞങ്ങൾ വന്നപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ബാച്ച് ഓഫ് NCCയിലെ. അതെല്ലേ? സ്പോർട്സിലാണേലും ഇവിടെ ഭയങ്കര അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അതെല്ലേ? നന്നായിട്ട് പോകുന്നുണ്ട്. ഏറ്റവും ഹൈ ആയിട്ട് നിൽക്കുന്നതാണ് കോളേജ് അല്ലേ? എല്ലാം
അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് വേണ്ടി 2 പാട്ട് ആരാ പാടുന്നത്? 2 ലൈൻ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നമുക്കൊരു പാട്ട് പാടാം. സിംഗക്കുട്ടികളാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് എന്നെ നാളെ തരുന്നത്. അടിപൊളി, സൂപ്പർ. ഇതാണോ പാട്ടറിയത്തില്ലെന്ന് പറഞ്ഞത്? ചുമ്മാ പാടിയതാ ഇപ്പൊ. അപ്പം ശരിക്കും പാടി എങ്ങനെ? അപ്പോൾ സെന്റ് തോമസ് കോളേജിന്റെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇവിടെ കുട്ടികൾക്ക് വാല്യുവേഷനും മറ്റും കാര്യങ്ങളും ആയതുകൊണ്ട് കുട്ടികൾ കുറവാണ്. അതുകൊണ്ട് ഇവിടുത്തെ ചുണക്കുട്ടന്മാരെ ചുണക്കുട്ടികളെ ഒന്നും നമുക്ക് പരിചയപ്പെടാൻ പറ്റിയില്ല. എന്നാലും നമുക്ക് അത്യാവശ്യം നിങ്ങൾക്ക് കാണാനുള്ള എല്ലാം ഞങ്ങൾ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും കാണണം, അഭിപ്രായം പറയണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക.